നാടൻ രീതിയിലുള്ള ചിപ്പി റോസ്റ്റ് അങ്ങോട്ട് തയ്യാറായി. അല്പം കറിവേപ്പിലയും കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്ത്. ഹലോ, നമസ്കാരം. ഞാൻ ക്രിസ്റ്റഫർ മുക്കാട്. നമുക്ക് അല്പം ചിപ്പിക്കക്കാടെ ഇറച്ചി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഒരു 1/2 കിലോളം ചിപ്പിയുടെ മീറ്റാണ്. അപ്പോൾ ഇത് പാചകം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്നതെന്ന് പറയുന്നത് ഒരു സവാള, ഒരു പീസ് ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, ഒരു 3-5 വെളുത്തുള്ളി, ഇതെല്ലാം കൂടി അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശേഷം വിനാഗിരി, പാകത്തിന് ഉപ്പും ചേർക്കാം. കാരണം ചിപ്പിയും കക്കായൊക്കെ എന്ന് പറഞ്ഞാൽ ഉപ്പ് കൂടുതലാണ്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ഇടാവുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഓരോ പരുവത്തിലാക്കി നല്ല ക്ലിയറായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റൗ കത്തിക്കുന്നുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഒരു തുള്ളി വെള്ളം പോലും ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിട്ടില്ല. കഴുകി വൃത്തിയാക്കി അരിച്ചു വെച്ച അതേപാടി നമ്മൾ കൊണ്ടിട്ട് ബാക്കി എല്ലാം ചേർത്ത് നല്ലോണം വേണ്ട ഇതെനിക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് അത് അടപ്പിലോട്ട് വെച്ച് നല്ലോണം വേവാം. നമ്മൾ അടച്ചു വെച്ച് നല്ലോണം വെന്ത് വെള്ളം പറ്റിച്ചെടുക്കുക. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കാതെ വെച്ചതാണ്. അതുകൊണ്ട് ഇത്രയും വെള്ളം അതിൻ്റെ അകത്ത് നോക്കി ഈ വെള്ളം തന്നെ മതി ഇത് വെന്ത് എടുക്കാനായിട്ട്. ഇപ്പം നല്ലോണം തിളവന്നു. ഇനി ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് വെച്ച് നല്ലോണം വെന്ത് വെള്ളം പറ്റിച്ചെടുക്കാം. അതുകൊണ്ട് നമ്മുടെ ചിപ്പിയുടെ വെള്ളമെല്ലാം നല്ലോണം പറ്റി. ഇതിൻ്റെ വേവ് നമ്മൾ കറക്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമില്ലാതെ വെച്ച് അത് വെള്ളം പറ്റി വരുമ്പോൾ കറക്റ്റ് അതിൻ്റെ വേവാവും. അപ്പം നമുക്കിനി മസാല കൂട്ടുകൾ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നല്ല മണമൊക്കെ കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ഒഴിച്ച് അപ്പോൾ അത് നല്ല എരിയും പുളിയും ഒക്കെ അതിൻ്റെ അകത്ത് പിടിക്കും. ആ എണ്ണയായിട്ട് നല്ല മയം കിട്ടും. തീ കൂട്ടി വെച്ച് ഇതെല്ലാം ഇൻഗ്രീഡിയൻ്റ് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ എല്ലാ ചേരുവയും അതിൻ്റെ അകത്ത് പിടിക്കത്ത രീതിയിലാക്കുക. അപ്പോൾ അല്പം നമുക്ക് സ്വല്പം വെള്ളമുണ്ട്, അത് ഈ മസാല കൂട്ടും ഇതുമെല്ലാം കൂടി പിടിച്ച് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രീതികൾ. നാടൻ രീതിയിലുള്ള ചിപ്പി റോസ്റ്റ് അങ്ങോട്ട് തയ്യാറായി. അല്പം കറിവേപ്പിലയും കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒക്കെ എടുക്കുക. ഇതാകുമ്പോൾ നമ്മൾ ടേസ്റ്റ് ഒന്നും പോകാതെ കിട്ടും. ഇപ്പോൾ വറുത്ത് പിന്നെ അത് റോസ്റ്റ് ചെയ്ത് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നാച്ചുറൽ അതിൻ്റെ രുചി നമുക്ക് കിട്ടത്തില്ല. നല്ലൊരു പോഷക ഗുണമുള്ള ഒരു ഐറ്റമാണ് ഈ ചിപ്പിക്കക്ക. ഏത് പ്രായക്കാർക്കും ഒക്കെ കഴിക്കാം. നാടൻ ചിപ്പി റോസ്റ്റ് റെഡിയായി. എന്തായാലും ഒന്ന് ടേസ്റ്റും കൂടി ചെയ്ത് നോക്കട്ടെ. നല്ല വൃത്തിയായിട്ട് വെള്ളമെല്ലാം പറ്റി ആ ചിപ്പിയുടെ യഥാർത്ഥ വെള്ളത്തിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തേക്കുന്നത്. വേണ്ട അതേ ഇതില്ല. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഒക്കെ പരാതിയുണ്ട്, ഒറ്റയ്ക്ക് പാചകം ചെയ്യുന്ന, ഒറ്റയ്ക്ക് ടേസ്റ്റ് നോക്കുന്ന, അഭിപ്രായം പറയുന്നതൊക്കെ. എന്നെങ്കിലും ഒരുമിച്ച് നമുക്കെല്ലാവരുടെയൊക്കെ പാചകം ചെയ്തൊക്കെ കഴിക്കാം. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല രുചിയുണ്ട്, നാച്ചുറൽ രുചിയാണ്. കാരണം നമ്മൾ ആ വെള്ളമില്ലാതെ അതിൻ്റെ വെള്ളത്തിൽ തന്നെ വെന്തെടുത്തോണ്ട് പിന്നെ കുരുമുളക് ഇച്ചിരി തോനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രുചിയുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ബായ്.